ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. ഈ നിരീക്ഷണം അതിസങ്കീർണമായ കേസെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു. കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയുടെ കാര്യമില്ല. SIT ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, കുറ്റപത്രം വൈകുന്നതാണ് ഇപ്പോൾ മൂന്നാളുകൾ പുറത്തിറങ്ങി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പുറത്തിറങ്ങുമോ എന്ന് കാത്തിരിക്കുകയാണ്. കുറ്റപത്രം വൈകുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അതിൽ ആശങ്കയ്ക്ക് വകയില്ല. വളരെ സങ്കീർണമായ ഒരു കേസാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്വാഭാവികമായ വൈകൽ എന്നുകൂടിയാണോ ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്? മറ്റൊരു ഏജൻസിയുടെ ആവശ്യമില്ല, SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തി എന്നാണോ? ദിവിഷ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 4 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ കേസുകളിൽ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഇന്ന് വാദം കേട്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഉയർന്നു വന്ന വലിയ രാഷ്ട്രീയ വിവാദത്തിൽ ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഒരു നിരീക്ഷണം വരുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SITയുടെ അന്വേഷണം അത് ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതൊരു അതിസങ്കീർണമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധന ഫലങ്ങളടക്കം വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഈ SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉള്ളതായി ആ അന്വേഷണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും മനസ്സിലാക്കുന്ന, അതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം ബെഞ്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. അവരുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് SITക്ക് എന്നത് കോടതിക്ക് വ്യക്തമാകുന്നു എന്നതാണ് SITയുടെ അന്വേഷണത്തെ കോടതി പൂർണ്ണമായും ശരിവെക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ സമ്മേളനത്തിലടക്കം ഏറ്റവും വലിയ ആരോപണമായി പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാണ്. അതിൽ സർക്കാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ അവസരമൊരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് നേരിടുന്നത്. അതാണ് രാഷ്ട്രീയ വിമർശനമായുള്ളത്. അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് എന്നതാണ്. ഇന്ന് അതേ ഹൈക്കോടതി പറയുന്നു ഈ അന്വേഷണത്തിൽ ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്നാണ്. പക്ഷേ ഇതുവരെ ഈ SIT അന്വേഷണത്തെ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇന്നത്തെ അവരുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഈ മുൻകൂർ ജാമ്യ ഹർജികളൊക്കെ പരിഗണിച്ച വേളയിലാണ് പല വിമർശനങ്ങളും സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അതിന്റെ അന്വേഷണ പുരോഗതിയുടെ ഓരോ ഘട്ടവും വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ബെഞ്ച് എന്ന നിലയിൽ തന്നെയാണ് അവർ പറയുന്നത്. പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും വിധത്തിൽ കോടതി പരിഗണിച്ചു. അപ്പൊ നമുക്കറിയാം VSCയിൽ നിന്ന് വന്ന റിപ്പോർട്ട് അതുണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പം. വീണ്ടും ഇതിന്റെ പാളി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് നൽകേണ്ടി വന്നിരിക്കുന്നു. കുറഞ്ഞ ഒരു 60 ദിവസമെങ്കിലും എടുക്കും അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ. അപ്പോൾ സാങ്കേതികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ക്ലാരിറ്റി വരണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങൾക്ക് അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ അത് സ്വാഭാവികതയാണ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയാണോ ഈ ആളുകൾ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇന്ന് പുറത്തിറങ്ങിയാലും അത് അന്വേഷണത്തെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. അവർ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തിൻ്റെ ഒരു പോരായ്മയാണ് എന്നും കോടതി കാണുന്നില്ല, അല്ലേ? ദിവിഷെ, കോടതിക്ക് ഇതിന്റെ സാങ്കേതികമായ കാരണങ്ങളും അതിന്റെ സങ്കീർണമായ വശങ്ങളും കൃത്യമായ ബോധ്യമുണ്ട് എന്നതാണ് കോടതിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് ഈ കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഉള്ളത്. നമുക്ക് മാധ്യമങ്ങൾക്കോ പൊതുസമൂഹത്തിനോ മുന്നിൽ ഈ കേസിന്റെ പല വിവരങ്ങളുമില്ല. കാരണം അതീവ രഹസ്യമാക്കി ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലപാടാണ് ഹൈക്കോടതി തുടക്കം മുതൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോടടക്കം ഒരു തരത്തിലുള്ള വിവരങ്ങളും കൈമാറരുത് എന്ന് കോടതി കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴും ഹൈക്കോടതി ഓൺലൈനിൽ മൈക്ക് അത് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ കൃത്യമായ ഒരു സൂക്ഷ്മത ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതുകൊണ്ട് മുഴുവൻ വിവരങ്ങളും ഇന്ന് കോടതി നടപടിയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. കാരണം കൃത്യമായ മൈക്ക് ഓഫ് ചെയ്ത് തന്നെയാണ് കോടതി മുന്നോട്ട് പോയത്. കാരണം ഇതിന്റെ അന്വേഷണത്തിന്റെ പല വിവരങ്ങളും പുറത്തേക്ക് പോകുന്നത് തീർച്ചയായും വളരെ സങ്കീർണമായ ഒരു കേസാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണം തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മറ്റു CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. നിലവിലെ അന്വേഷണത്തിൽ കോടതി അത് ശരിയായ ദിശയിലാണ് എന്ന് വ്യക്തമാക്കുന്നത്.